ശ്രീരാജ്, അവിടേക്ക് ആരാണ് വരുന്നത്? ആ വീട്ടിനകത്ത് ആരൊക്കെയാണുള്ളത്? കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തുമ്പോഴൊക്കെ ഈ ക്യാമറയുടെ പരിധിക്കകത്ത് ഇയാളുടെ പിന്നിൽ 1-2 ആളുകൾ നിൽക്കുന്നത് ആരാണ്? പാർട്ടി നേതാക്കളാണോ അല്ലെങ്കിൽ അയാളുടെ പാർട്ടിക്ക് പുറത്തുള്ള സുഹൃത്തുക്കളാണോ? ഇവിടെ ഈ വീട്ടിനകത്ത് ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്? ആരെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വരുന്നുണ്ടോ? സനീഷ്, കഴിഞ്ഞ 4 ദിവസമായി ഈ വീട്ടിൽ, അല്ലെങ്കിൽ 4-5 ദിവസമായി രാഹുലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ സംഘടനയ്ക്കുള്ളിൽ ഉള്ളവർ തന്നെയാണ്. കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഏറ്റവും അടുത്ത പ്രാദേശിക നേതാക്കളും അടുത്ത സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ മാത്രമാണ് നിലവിൽ ഈ വീട്ടിലേക്ക് വരുന്നത്. പ്രധാനപ്പെട്ട നേതൃത്വത്തിൽ നിൽക്കുന്ന ആരും തന്നെ അല്ല എങ്കിൽ പോലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, രാഹുലിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള, വീടിനോട് ചേർന്നുള്ള പ്രാദേശിക പാർട്ടി പ്രവർത്തകർ, പാർട്ടി നേതാക്കൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാവരും തന്നെയാണ് ഇവിടേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ എത്തിയപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന ചില യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയാണ് രാഹുലിനോട് എപ്പോഴും ഉള്ളത്. അവരാണ് രാഹുലിൻ്റെ സന്തത സഹചാരികളായിട്ട് കൂടെയുള്ളത്. അവർ തന്നെ ഇന്നും മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുലിനൊപ്പം ഉണ്ടാകും. അവർ പ്രാദേശികമായി, അവർക്ക് പുറമെ പ്രാദേശികമായുള്ള കോൺഗ്രസ് നേതാക്കളും ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഉന്നത ചുമതലയിൽ വഹിക്കുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കളോ ആരും തന്നെ ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊട്ട് അടുത്ത ചില പരിപാടികൾക്ക് വേണ്ടി ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കൾ എത്തിയത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ അവരാരും തന്നെ രാഹുലിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത്. ഏറ്റവും അടുത്ത കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും തന്നെ രാഹുലുമായി എല്ലാ സമയവും ഉണ്ടായിരുന്ന, എപ്പോഴും രാഹുലുമായി ഒപ്പമുള്ള ചില ഏറ്റവും അടുത്ത ആളുകൾ മാത്രമാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. അവരുമായി തന്നെയാണ് നിലവിൽ രാഹുൽ കൂടിയാലോചിക്കുന്നത്. മറ്റുള്ളവരുമായി എല്ലാം ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. വളരെ ചുരുക്കം ഫോൺ കോളുകൾ മാത്രമാണ് രാഹുൽ അറ്റൻഡ് ചെയ്യുന്നതെന്നും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ ഏറ്റവും അടുത്ത ആളുകളുമായും കോൺഗ്രസിന്റെ നേതൃത്വവുമായും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ചയ്ക്കിടയിലാണ് ഒരു തവണ മാധ്യമങ്ങളെ കാണേണ്ടതില്ല.